നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം. എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം. എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെയൊരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെയൊരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ദൈവമാണെന്നേകയാശ്രയം.
ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. നെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർമുത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാല. അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാല. ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് കൊഴിയുന്ന കണ്ണുനീർ മുത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാല. കണ്ണീരിൽ കനിയുന്നോരമ്മയല്ലേ ഹൃദയത്തിനാശ്വാസഗീതമല്ലേ ഹൃദയേശ്വരനാം നിൻ മകനെ. ഇന്ന് നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ, ഇന്ന് സ്വാഗതം ചെയ്യുമ്പോൾ പിതാവ് ഇന്ന് ഈ സമയത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വരാമെന്നേറ്റിട്ടാണ്. പക്ഷേ പെട്ടെന്ന് ഒരു അസൗകര്യം പിതാവിന് വന്നതുകൊണ്ട് പിതാവ് കുർബാന കഴിയുമ്പം വരുമെന്ന് അറിയിച്ചു. നമുക്ക് ഇന്ന് ഈ കുർബാന അർപ്പിക്കാൻ നേതൃത്വം വഹിക്കുന്നത് നമ്മുടെ ഫൊറോന വികാരിയച്ഛൻ ഫാദർ ജോസ് അങ്ങേ വീട്ടിലാണ്. ഒലുവക്കോട് ഫൊറോന വികാരിയച്ഛനാണ്. അച്ഛന് ഇന്നും അച്ഛൻ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. അച്ഛൻ യുവക്ഷേത്ര കോളേജിൽ വലിയ തിരക്കുള്ള ഇന്നൊരു പ്രത്യേക ആർട്സ് ഡേയുടെയൊക്കെ ദിവസമാണ്. എങ്കിലും അച്ഛൻ നമ്മുടെ ക്ഷണമെല്ലാം സ്വീകരിച്ച് ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ അപ്പം അങ്ങേ നേതൃത്വത്ത് നിൽക്കുന്നത് വലയത്തിലച്ഛനാണ്. വലയത്തിലച്ഛൻ മേലാർക്കോട് ഫൊറോനപ്പള്ളി വികാരിയച്ഛനാണ്. നമുക്കൊക്കെ സുപരിചിതനാണ്. അച്ഛൻ എൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പോൾ ഈ വെന്തിരിപ്പ് ശുശ്രൂഷയിൽ പങ്കെടുക്കാനും ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാനും അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ വളരെ സ്നേഹത്തോടെ എപ്പോഴും നെഹ്മിയ മിഷൻ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ പ്രത്യേകമായ വിധത്തിൽ
എന്നോട് വാത്സല്യവും സ്നേഹവും എൻ്റെ ക്ലാസ്മേറ്റാണ്. എങ്കിലും അതിലുപരി വലിയ സ്നേഹവും അതുപോലെ സ്നേഹവും കരുതലുമെല്ലാം കാണിക്കുന്ന അച്ഛനാണ്. അച്ഛനെ വിളിച്ചുകൊണ്ട് അച്ഛൻ വളരെ സന്തോഷത്തോടെ എത്താമെന്ന് പറഞ്ഞു. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും ബലിയർപ്പിക്കാനും എല്ലാം ഇവിടെ എത്തിച്ചേർന്ന അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയുള്ളത് റിനിയച്ചനാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. റിനിയച്ചൻ നമുക്കെല്ലാവർക്കും സുപരിചിതനാണ്. ധോണി മരിയൻ റിട്രീറ്റ് സെൻ്ററിൻ്റെ ഡയറക്ടർ അച്ഛനാണ്. അച്ഛന് ഇന്നിവിടെ നിൽക്കുമ്പോൾ വളരെ കൂടുതൽ സന്തോഷമുണ്ട്. കാരണം അച്ഛൻ ഒരു 3.5 വർഷം ഇത് പഴയ പ്രീസ്റ്റോമായിരുന്നല്ലോ, അതിനുശേഷം ഇത് ഉപയോഗിക്കാതെ കിടന്ന സമയത്ത് 3.5 വർഷം അച്ഛൻ ഇവിടെ താമസിച്ചതാണ്. ഇവിടെ താമസിച്ച് പ്രാർത്ഥിച്ച് ഒരു ടീമിനെ രൂപപ്പെടുത്തി ക്രിസ്ത്യൻ ശുശ്രൂഷകളും അതുപോലെ തന്നെ സ്കൂൾ മിനിസ്ട്രികൾ അങ്ങനെ മറ്റ് അനേകം ശുശ്രൂഷകൾ ചെയ്യാൻ സിസ്റ്റേഴ്സ് മിനിസ്ട്രികളും ഇടവക ശുശ്രൂഷകളെല്ലാം ചെയ്യാനായിട്ട് ശക്തി ആർജിച്ചത് ഇവിടുത്തെ ഈ ചാപ്പലിലും അതുപോലെ ഈ ശുശ്രൂഷ കേന്ദ്രത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാണ്. അപ്പം അതുകൊണ്ട് അച്ഛൻ പിന്നീട് ഇവിടെ ഈ ശുശ്രൂഷാലയം ധോണിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ വെറുതെ കിടക്കുന്ന സമയത്ത് ഇത് നെഹമ്യ മിഷൻ ശുശ്രൂഷയ്ക്ക് രൂപത കരിസ്മാറ്റിക് ശുശ്രൂഷയ്ക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ചൊരു വ്യക്തിയാണ്. അതുമാത്രമല്ല ഇതിൻ്റെ ഈ ശുശ്രൂഷ കാര്യങ്ങളിൽ ആരംഭം മുതൽ ഇന്ന് വരെ വേണ്ടുന്ന എല്ലാ സഹായങ്ങളും സ്നേഹവും പ്രോത്സാഹനവും എല്ലാം നൽകുന്ന അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട വൈദികരുണ്ട്, വളരെ ദൂരെ നിന്ന് വന്നവരുണ്ട്, നമ്മുടെ രൂപതയിൽ നിന്ന് വന്നവരുണ്ട്, ഇനി വരാനിരിക്കുന്നവരുണ്ട്, അതുപോലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ട്. അവരെല്ലാം ഏറെ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നെഹമ്യ മിഷൻ ശുശ്രൂഷകരും ശുശ്രൂഷയെ സ്നേഹിക്കുന്നവരും കുടുംബത്തിൽ അംഗങ്ങളായിട്ടുള്ളവരാണ് നിങ്ങളെല്ലാവരും. അതുകൊണ്ടാണ് എല്ലാവരും ഇന്ന് ത്യാഗമെടുത്ത്, ഇന്ന് വർക്കിംഗ് ഡേ ആണ്, ഈ വർക്കിംഗ് ഡേയിൽ പല കാര്യങ്ങളും മാറ്റിവെച്ച് ഇവിടെ നേരത്തെ ഇന്നലെ വന്നവരുണ്ട്, അതുപോലെ മിനിഞ്ഞാന്ന് വന്നവരുണ്ട്, അതുപോലെ തന്നെ ഈ സമയത്ത് ഇന്ന് പ്രഭാതത്തിൽ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് വന്നവരും, അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്നതുമായ നെഹമ്യ കുടുംബത്തെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കാൻ ഇവിടെ 24 മണിക്കൂറും 2018 ഒക്ടോബർ മാസം 1-ാം തീയതി ആരംഭിച്ച നിത്യാരാധന 24 മണിക്കൂർ. ഇന്ന് നവീകരിച്ച ഈ ആലയം പ്രത്യേകമായിട്ട് കർത്താവ് തരുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ പ്രത്യേകമായി സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളും മക്കളും അതുപോലെ തലമുറകളും എല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ ഈ ബലിയിൽ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കാം. ഞങ്ങളുടെ മനസ്സിൽ വരുന്ന ആദ്യ രൂപം പാലക്കാട് രൂപതയുടെ ആദ്യ ബിഷപ്പായിരുന്ന ഇരുപത്തിനാമിൻ്റെ രൂപമാണ്. ഞാനും വളരെ ദർശനത്തെ സംസാരിക്കുകയാണ്. ഞങ്ങളിവിടെ അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പ്രാവശ്യം പിതാവിനെ കാണാൻ, അതിനു മുമ്പും ചെറുമലച്ചനെ പോലുള്ള വൈദികരെ കാണാനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അത് പ്രീസ്റ്റോം ഇവിടെ നിന്ന് മാറി പാലനയുടെ സമീപത്തേക്ക് പോയപ്പോൾ ഇതെങ്ങനെ കൺവെർട്ട് ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ ഒരു വളരെ സന്തോഷിക്കുന്നുണ്ടാകാം. ഇതുപോലെ ഇത് വളർന്ന് ഒരു ധ്യാന കേന്ദ്രമായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ആശ്വാസവും കൃപകളും നൽകുവാൻ അനുയോജ്യമായ രീതിയിൽ വളരുന്നതിനെ ഓർത്ത് പിതാവും സന്തോഷിക്കുന്നുണ്ടാകും. നമുക്ക് ആ സന്തോഷത്തിൽ പങ്കുചേരാം. നമുക്കറിയാവുന്ന പോലെ ക്രിസ്മസിൻ്റെ ഒരുക്കത്തിലാണ് നമ്മളെല്ലാവരും. ക്രിസ്മസ് കാലത്ത് നമ്മുടെ ആദ്യം വരുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ വ്യക്തിപരമായി ആളുകളെ നമ്മൾ കണ്ടുകൊണ്ട് ഒക്കെ സ്നാപകന്മാരായി നമ്മൾ മാറുകയാണ്. ഈശോയെ സ്വീകരിക്കാൻ നമ്മളെല്ലാവരും അങ്ങനെ ഒരുങ്ങുകയാണ്. ഇവിടെ ഈ കാലഘട്ടത്തിൽ നമുക്കും ഈ ധ്യാന കേന്ദ്രം അതിന് തീർച്ചയായും അനുയോജ്യമായ ഒരു സ്ഥലമാണ്. അതിനപ്രകാരം വളരുവാൻ നമുക്കെല്ലാവരെയും ഈശോയിലേക്ക് ആകർഷിക്കുവാൻ, ഈശോ ജനന വാർത്തകൾ ലോകത്ത് മുഴുവൻ അറിയിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഇതിൽ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധ സംപ്രീതനായി വസിക്കുന്ന പരിസന സുദൃഢനും ബലവാനും വർദ്ധനമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ദ്വിവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്തു പറയണം? നീതി അന്വേഷിച്ചു പോകാതിരുന്ന വിജാതീയ നീതി അതായത് വിശ്വാസത്തിലുള്ള നീതി പ്രാപിച്ചു എന്ന് തന്നെ. നിയമത്തിൽ അധിഷ്ഠിതമായ നീതി അന്വേഷിച്ചു പോയ ഇസ്രായേലാകട്ടെ ആ നിയമം നിറവേറ്റുന്നതിൽ വിജയിച്ചില്ല. എന്തുകൊണ്ട്? അവർ വിശ്വാസത്തിലൂടെയല്ല പ്രവൃത്തികളിലൂടെയാണ് അന്വേഷിച്ചത്. ഇടർച്ചയുടെ പാറമേൽ അവർ തട്ടി വീണു. ഇതാ തട്ടി വീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയും സിയോനിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കേണ്ടി വരികയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം ഞങ്ങളോടുകൂടി അങ്ങയോടും ഞങ്ങളുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാറിയിച്ച നമ്മുടെ കർത്താവ് വിശ്വാസികളുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. അവർ പോകുന്ന വഴി അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്ന പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്ന പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കലിരുന്നു. മർത്തായാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു.
അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്നും എടുക്കപ്പെടുകയില്ല. ജോസച്ച, വളതിലച്ച, പ്രിയപ്പെട്ട അച്ഛന്മാരെ, പെട്ടെന്ന് മനസ്സിലേക്ക് പണ്ട് ഏതോ അച്ഛന്മാർ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമാണ് ഓർമ്മ വന്നത്. ഒരുപക്ഷെ സിസ്റ്റേഴ്സിന് കൂടുതൽ അറിയാൻ സാധ്യത കാര്യമാണ്. അൽഫോൻസാമയുടെ ശവസംസ്കാര സമയത്ത് അന്ന് അവിടെ പ്രസംഗം പറഞ്ഞ സ്പിരിച്വൽ ഫാദർ അന്ന് വളരെ കുറച്ച് പേരെ കണ്ട അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പ്രവചനാത്മാവിൽ ഒരു പ്രവചനം പോലെ പറഞ്ഞിരുന്നു, ഇതൊരു വിശുദ്ധയുടെ ശവസംസ്കാരമാണ് നടക്കുന്നത്, വരുന്നാളുകളിൽ ലോകം മുഴുവൻ ഇങ്ങോട്ട് പ്രവഹിക്കുമെന്ന്. അത് എന്തുകൊണ്ടാണ് കർത്താവ് അത് ഓർമ്മപ്പെടുത്തുന്നത് എനിക്ക് അറിഞ്ഞുകൂടാം. പക്ഷേ നെഹമ്യ മിഷൻ നിഷ്ഠയെക്കുറിച്ച് ആരംഭം മുതൽ അറിയാവുന്നതുകൊണ്ടും ഡൊമിനിക് അച്ഛനെ കഴിഞ്ഞ 22 വർഷമായിട്ട് വളരെ കൃത്യമായിട്ട് അടുത്തറിയാവുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് ഞാൻ റീജൻസി കാലഘട്ടത്തിൽ ബിഷപ്പ് ഹൗസിൽ ഐപ്പംബ്രച്ചൻ്റെ കൂടെയാണ് കുറച്ച് കാലം ഉണ്ടായിരുന്നത്. അന്ന് മുതൽ 22 വർഷമായി. ഈ 22 വർഷം ഡൊമിനിക് ഐപ്പംബ്രച്ചനെ വളരെ കൃത്യമായി അടുത്തറിയാവുന്നതുകൊണ്ടും അന്ന് മുതൽ ഇന്ന് വരെ പരിശുദ്ധാത്മാവ് അച്ഛനോട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ അടുത്ത് നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും, പ്രത്യേകിച്ച് 8-9 വർഷം മുമ്പ് അച്ഛന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വ്യക്തിപരമായ ഒരു ഇടപെടൽ സഹ്യയിൽ വെച്ച് ധ്യാനത്തിനിടയ്ക്കുണ്ടായ അന്ന് പരിശുദ്ധാത്മാവ് അച്ഛനോട് പറഞ്ഞ കാര്യങ്ങൾ, അന്ന് ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റിൽ അന്ന് ഡൊമിനിക് അച്ഛൻ വന്ന് പറഞ്ഞത് എന്നോടായിരുന്നു. അപ്പോൾ അതൊരു പ്രത്യേക ദൈവാനുഭവമായതുകൊണ്ട് അന്ന് പറഞ്ഞ മിക്കവാറും കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അന്ന് ഒരുപക്ഷെ അച്ഛനെക്കുറിച്ച് അറിയാവുന്നവർക്കും കൂടെയുള്ളവർക്കും ഒരിക്കലും ഇന്നത്തെ പോലൊരു മിനിസ്ട്രി ഐപ്പംബ്രച്ചൻ ചെയ്യുന്നത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാലഘട്ടമായിരുന്നു. പക്ഷെ അന്ന് പരിശുദ്ധാത്മാവ് ചില പ്രവചനങ്ങൾ പറഞ്ഞതിൻ്റെ LKG കാര്യങ്ങൾ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. ഇനിയും വൻ കാര്യങ്ങൾ പരിശുദ്ധാത്മാവെന്ന് പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ലോകത്തിൽ പാപം പെരുകുമ്പോൾ കൃപ വർദ്ധിക്കുന്നുള്ള കർത്താവിൻ്റെ പ്രവചനം പൂർത്തിയാക്കാൻ വേണ്ടി ദൈവം ജനത്തിന് മുമ്പിൽ പ്രകടമാക്കുന്നതിന് ചില പാറ്റേണുകളുണ്ട്, ചില രീതികളുണ്ട്. പഠന പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ 25-ഉം 26-ഉം വാക്യങ്ങൾ കരിസ്മാറ്റിക് മേഖലകളൊക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്നൊരു വചനമാണ്. ചോദിച്ചു ചെയ്യാൻ സമയം കളയുന്നില്ല. അതിങ്ങനെയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അത് ബൈബിളിൽ കർത്താവിൻ്റെ പ്രോമിസ് ഒരു കാര്യം പറയുമ്പോൾ അതിനോട് ചേർന്ന് കുറേ വാഗ്ദാനങ്ങളുണ്ട്. വാഗ്ദാനം തുറന്ന് കർത്താവുകളുണ്ട്. എന്തിനു വേണ്ടി ആരാധിക്കേണ്ടി പറഞ്ഞത്? അത് വെറുതെ ദൈവത്തിന് ആരാധന കിട്ടാൻ വേണ്ടി അല്ല. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി കോടാനുകോടി മാലാഖവൃന്ദങ്ങളുണ്ട്. ദൈവം ആരാധിക്കണം എന്നൊരു നിർദ്ദേശം നൽകുന്നത് അടുത്ത ചില അനുഗ്രഹങ്ങൾ തരാൻ വേണ്ടിയാണ്. ബൈബിളിൽ കർത്താവ് ഭക്ഷണത്തെ ആസ്വദിക്കുന്ന ഏതെങ്കിലും ഭാഗം ഓർക്കുന്നുണ്ടോ? പെട്ടെന്ന് പറയാം. ഏതാവസരങ്ങൾ? 5-ാമത്തെ ആസ്വദിച്ചു. ഭക്ഷണം ആസ്വദിക്കണമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സമൃദ്ധി സ്വീകരിക്കപ്പെടാൻ വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു സമയം കൂടെയാണ്. 2 മാർഗം, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും ബൈബിളിൽ കർത്താവ് പറയുന്ന വചനങ്ങൾ, അതിനോട് ചേർന്നുള്ള പ്രോമിസുകൾ, വാഗ്ദാനങ്ങൾ നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട് നമ്മളതങ്ങ് അവഗണിച്ച് കളയുകയാണ്. ബൈബിളിൽ ആരൊക്കെ ദൈവം പറഞ്ഞ വചനങ്ങൾ അനുസരിക്കുന്നുണ്ടോ അവരൊക്കെ വലിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പൊ ദൈവം പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണമെന്ന്. ഇതുപോലെ ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ ദൈവം തരുമ്പോൾ അതനുസരിച്ചവരൊക്കെ ബൈബിളിൽ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. അബ്രഹാത്തോട് ദൈവം പറഞ്ഞു, നിന്റെ പുത്രനായ ഇസ്ഹാക്കിനെ നീ ബലി അർപ്പിക്കണം. ചോദിക്കാൻ വേണ്ടി നിന്നില്ല, ന്യായങ്ങൾ ചോദിക്കാൻ വേണ്ടി നിന്നില്ല. വേറെ കർത്താവ് നീയല്ല പറഞ്ഞത്, ഇവനിലൂടെ ആയിരിക്കും എൻ്റെ സന്തതി പരമ്പര അറിയപ്പെടുക, ഇവനെ ബലിയർപ്പിച്ചാൽ നിന്റെ വാഗ്ദാനം മുടങ്ങി പോകില്ല. അങ്ങനെയൊന്നും അബ്രഹാം പറയാൻ വേണ്ടി പോയില്ല. ദൈവം പറഞ്ഞതിന് അബ്രഹാം വിശ്വസിച്ചു, അനുസരിച്ചതുകൊണ്ട് അബ്രഹാം നഷ്ടമല്ല ഉണ്ടായത്. വിശ്വാസികളുടെ പിതാവായി ദൈവം ഉയർത്തി.
ലോകത്തിന് മുമ്പിൽ ദൈവം ഉയർത്തി. വീണ്ടും മോശയെ കർത്താവ് തിരഞ്ഞെടുത്ത്, മോശയെ കർത്താവ് ആട് നയിക്കുന്ന സ്ഥലത്തു നിന്ന് ജനത്തെ നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത് ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് അയക്കുന്ന സമയത്ത് മോശയോട് ചില നിർദ്ദേശങ്ങൾ മാത്രമേ കർത്താവ് കൊടുക്കുന്നുള്ളൂ. സ്വർഗത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരുവാൻ മനുഷ്യനായി അവതരിച്ച മിശിഹായെ, നിന്റെ ആഗമനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച മിശിഹായെ, ദൈവസ്നേഹ ചൈതന്യത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലീത്തയെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് താഴത്ത് മെത്രാപ്പോലീത്തയെയും ഞങ്ങളുടെ പിതാവിൻ്റെ ഉപതാധ്യക്ഷൻ മാർ പീറ്റർ മെത്രാനെയും ഞങ്ങളുടെ വത്സര പിതാവ് മാർ ജേക്കബ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിനക്ക് ഭയങ്കരമായ മാത്രം ചെയ്യുവാനും പുണ്യപ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾ ഹൃദയങ്ങളെ ഒരുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ നീക്കും. ആമേൻ. ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സരസ്വതനും എല്ലാ സൃഷ്ടിപ്പെടാത്തവനും ഏകർത്താവുമായ ഈശ്വരൻ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിലുള്ള സത്യദൈവവും പിതാവിനോടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാ സൃഷ്ടിപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശിലുവായി തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെ ജീവിക്കുന്നവരെ വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ പുറപ്പെടുന്ന സത്യാത്മാവായ ഏകശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപത്തിലെ മാമോദിസായും ശരീരത്തിലെ ഉയർപ്പും നിത്യാവശ്യങ്ങളെ പറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നീ ശക്തനാകട്ടെ. പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ വേർപെട്ടുപോയ എല്ലാവരെയും അവനെ സ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൊട്ടിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്വർഗ്ഗത്തിലെ നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റാൻ അങ്ങയെ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർദ്ധിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന് ശരീര രക്തങ്ങളാകുന്ന ദൈവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ
ഏവരും പാവികളുമാർന്നിട്ടും ഞങ്ങളെ അങ്ങ് കരണിയാതകത്താൽ യോഗ്യരാക്കി. അങ്ങനെ എഴുതാൻ തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച് വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയ ബഹുമാനവും കടച്ചുതീയ പ്രാർത്ഥനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുമേ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ മഹത്വമേറിയ തത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തലങ്ങളും സ്തുതിയും എല്ലാ നാവുകളും തകതയും എല്ലാ സൃഷ്ടികളും പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടാണെങ്കിൽ ലോകത്തെയും മുതൽ സ്ഥലത്തെയും കനുവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അവറ്റൊക്കെ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായിരങ്ങളും അലോകമാരപതിനായിരങ്ങളും മഹോളനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയമാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധനും അരൂപികളുമായ ക്രോവ്യന്മാരും ശ്രാപ്യന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു.
ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോബലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്നെ ഓർമ്മിക്കായി കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പക്വരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് വശമോ ഞങ്ങളെ സമുദ്രിക്കുകയും മൃദുരാ ഞങ്ങളെ ജയിപ്പിക്കുകയും ചെയ്തു. പാപികളാ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കടച്ചതയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേശത്തിനായ ദൈവമേ, സർവ്വസഭയുടെ പിതാവിനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവിനുമായ മേജരാധ്യക്ഷന്മാർ ജോർജ് ആർജിന് പിതാവിടത്തേക്കും ഞങ്ങളുടെ അതിരുദ്ദേശമായ ആത്മസം പിതാവിടത്തേക്കും ഞങ്ങളുടെ പിതാവിരുദ്ദേശമായ മാർ പീറ്റർ മത്താനും ജേക്കബ് മത്താനും പുരോഹിതന്മാർ ശംശാനന്മാർ സമർപ്പിതാത്മായ പ്രേക്ഷിത ഭരണകർത്താക്കൾ മേലധികാരി എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭയ്ക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിന് അങ്ങയുടെ സന്നിധിയിൽ പ്രേക്ഷിതമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഈ നമ്മുടെ നാമത്തിൽ വേദപരിഞ്ഞു പോയ എല്ലാ മനുഷ്യവർക്കും അങ്ങനെ കാരണത്തിൽ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിലബലമിച്ചതുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അതുമാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ശിംശാങ്ങയിച്ചുവെന്നും ഉപവാസത്തിലെല്ലാവരും അറിയട്ടെ. വിശുദ്ധമാമതി സജീവജീവിതാവധികത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സ്വസ്ഥാനങ്ങളും എല്ലാവർക്കും വേണ്ടിയുള്ള നർമ്മലും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ ആദ്യ ഭക്ഷണമായ ശിംശായുടെ പീഡാനുഭവത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉത്ഥാനത്തിനെയും മഹയോ ഭയഭക്തനവും പരിശുദ്ധവും ശിവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് വഴങ്ങി വരട്ടെ. കുർബാനയിലവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും ഭക്തീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങൾ പൊതിക്കും പാപങ്ങളുടെ മോചനത്തിനും
മരിച്ചവരുടെ ഒരുത്തരുടെ വലിയ പ്രത്യാശിക്കും തന്നെ പ്രതിപ്പെട്ട എല്ലാവരും ഒന്നിച്ച് സ്വരാജ്യത്തിന് നവമായ കാരണമാകട്ടെ. കർത്താവായ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങനെ മഹനീയമായ രക്ഷാവതിയെക്കുറിച്ച് അങ്ങനെ ഞങ്ങൾ നിരന്തരം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ അഭിഷിക്തൻ അവരുടെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തിൽ പ്രത്യാശയോടെ ഞങ്ങളങ്ങേക്ക് കടച്ചതി അർപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവായ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും യോഗ്യരാകുന്നു. സ്ത്രഹവും പരിശുദ്ധവും ശിവദായവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങനെ കാരുണ്യം ഞങ്ങൾ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വവും നാമത്തിന് സ്തുതിയും നാഥനാഥന്റെ ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവം ശിവദായമായ അപ്പം സ്വർഗത്തിൽ നിന്നറിയുന്നു, ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തി ആദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പൂർണ്ണമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാവരനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങനെ കാര്യങ്ങൾ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സേനയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാളെ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും ആത്മാവോടും കൂടെ. വിശുദ്ധ ജനത്തുള്ളതാകുന്നു. പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മൾ ജീവിക്കുന്ന കർത്താവ് ശിശുക്കളുടെ ഭാവനം പ്രവർത്തിക്കാരിട്ടാൽ നാം എല്ലാവരും സമൃദ്ധമാകട്ടെ. സഹോദരരെ വരുവിൻ. സ്വർഗരാജ്യത്തുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാനിന്നാരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യരാശിയായ മിശിഹായെ സ്തുതവും പരിശുദ്ധവും ചെയ്തായക ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കിയ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെ നാഥ എന്നേക്ക്.
വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്വരം ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപുരോഹിതനായ ഈശോ, ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ ദൈവത്തിന് അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ മോശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ സൂക്ഷിക്കണമേ. അങ്ങേ വിലയേറിയതാൽ അവരുടെ വാക്കുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇടത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും ആമേൻ. കർത്താവേ, ലോകരക്ഷകനായ ഈശോ, വൈദ്യരാജ്ഞ പരിശുദ്ധ മറിയമേ, വിശുദ്ധ അൽഫോൻസാമേ, തിരുക്കുടുംബമേ, കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, കുട്ടികളെ, ഇന്ന് ഏറെ സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ്. നെഹ്മിയ മിഷൻ ശുശ്രൂഷയുടെ കേന്ദ്രമായ ഇവിടെ ഈ പാലക്കാട് രൂപതയുടെ സുവർണ ജൂബിലി വർഷത്തിൽ സുവർണ ജൂബിലി മെമ്മോറിയലായിട്ട് നമ്മുടെ ഈ സെൻറ്ററിൽ ഒരു നിത്യാരാധന ചാപ്പൽ ബ്ലസ് ചെയ്യുക എന്നുള്ളത് വെഞ്ചരിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു ദൈവാനുഗ്രഹപ്രദമായ ഒരു കാര്യമാണ്. ഈ സെൻറ്ററിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 2018 സെപ്റ്റംബർ മാസം 20-ാം തീയതി രൂപത കരിസ്മാറ്റിക് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് പീറ്റർ പിതാവ് അടങ്ങിയ വേദിയിൽ മരുത്തോർത്ത് പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള കൺസൾട്ടേഴ്സ് ബോഡിയിൽ രൂപത കരിസ്മാറ്റിക് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ പ്രീസ്റ്റ് ഹോം വിട്ടുതരാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ 2018 സെപ്റ്റംബർ മാസം 20-ാം തീയതി കിട്ടി. ഒക്ടോബർ മാസം 1-ാം തീയതി രാവിലെ 6:30 പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ഇവിടെ നിത്യാരാധന ആരംഭിച്ചു. ഇവിടെ 24 മണിക്കൂർ നിത്യാരാധന അന്ന് മുതൽ ഇന്ന് വരെ 5 വർഷത്തോളമായിട്ട് 24 hours ഡേ ആൻഡ് നൈറ്റ് നിത്യാരാധന ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നിത്യാരാധന ഇവിടെ നടക്കുന്ന ഈ സ്ഥലത്ത് പഴയ ചാപ്പൽ നവീകരിച്ച് നമ്മൾ ഇന്ന് അഭിമന്യ പിതാവ് പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കാൻ വേണ്ടി വെച്ചിരിച്ച് തരികയാണ്. ഈ സെൻറ്ററിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെയധികം ദൈവാനുഗ്രഹങ്ങൾ ഈ സെൻറ്ററിലൂടെ ദൈവം ഒഴുക്കുന്നതായിട്ട് ഞാൻ കാണുകയാണ്. ആത്മായ ശുശ്രൂഷകരെയും അതുപോലെ സിസ്റ്റേഴ്സിനെല്ലാം കൂട്ടിച്ചേർത്ത് രൂപത നവീകരണ പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടത്താൻ ദൈവം ഇതുവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം ദൈവത്തിന് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ പീറ്റർ പിതാവ് വളരെയധികം താല്പര്യവും ഈ ശുശ്രൂഷയോട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ ഏതാനും ചിലർക്കെങ്കിലും അറിയാമായിരിക്കും, പീറ്റർ പിതാവ് രൂപതയുടെ സഹായമെത്രാനായി ഉയർത്തപ്പെടുന്ന സമയത്ത് പിതാവ് അരമനയിൽ നിന്ന് വിളിച്ചു. ഇവിടെ വന്ന് ഞാൻ 2-3 ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കാൻ വന്നാൽ വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം, പിതാവ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വരണം, നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ പിതാവ് ഇവിടെ വന്ന് പോട്ടിക്കായി നാളത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു, ഞാൻ ഇങ്ങനെ തീരുമാനിച്ചിരുന്നു, ഞാൻ എവിടെ പ്രാർത്ഥിക്കാൻ പോയാലും അവിടുത്തെ മെയിൻ അച്ഛൻ എനിക്ക് ധ്യാനം നടത്തി തരുന്നത് പറഞ്ഞു. അപ്പം എനിക്ക് മെത്രാനാകാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ
പുതിയ എലക്റ്റഡ് മെത്രാനോട് എങ്ങനെ ധ്യാനം നടത്തണമെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ ഒരു ഭയമായിരുന്നു. അപ്പോൾ ആ ഭയത്തിൽ ഞാൻ പറഞ്ഞു വേറെ ആരെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞു. അച്ഛൻ അന്നേരം പിതാവ് സമ്മതിച്ചില്ല. പിതാവ് പറഞ്ഞു അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിതാവിൻ്റെ വളരെ ശുശ്രൂഷയെല്ലാം ആ ദിവസങ്ങളിൽ നടത്തിയത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കാണ്. കാരണം പിതാവ് ഈ സെൻറ്ററിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, ഈ ശുശ്രൂഷയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എത്രയോ നല്ല സെൻറ്ററുകളും സാഹചര്യങ്ങളും ഉണ്ടായ സാഹചര്യത്തിൽ പിതാവ് അതൊന്നുമല്ല, ഈ ചെറിയ ചുരുങ്ങിയ സാഹചര്യങ്ങളിൽ ഇവിടെ വരാനും അതുപോലെ തന്നെ ഈ ധ്യാനവും എല്ലാം പ്രാർത്ഥിച്ച് ഒരുങ്ങുവാൻ വേണ്ടി ഈ സെൻറ്റർ തിരഞ്ഞെടുത്തത് ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ എന്നും കരുതുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പിന്നീട് പിതാവ് ഈ രൂപതയുടെ മെത്രാനായി ചാർജ് എടുത്തതിന് ശേഷവും ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ല പ്രോത്സാഹനം എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന പിതാവാണ്. ഈ അവസരത്തിൽ പിതാവ് ഈ സുവർണ ജൂബിലി മെമ്മോറിയലായിട്ട് ഈ സെൻറ്ററിൽ നമ്മൾ പണിതുയർത്തിയ ഈ ചാപ്പല് വെഞ്ചരിക്കാൻ വന്നത് വളരെ ദൈവാനുഗ്രഹവുമാണ്, അതുപോലെ തന്നെ സന്തോഷകരമാണ് എന്നറിയിക്കുകയാണ്. ഇനി ഈ സെൻട്രൽ ചാപ്പലിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല, എലവേഷനിൽ ഒരു സൂര്യാനി വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. സൂര്യാനി വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. പുരാതനമായ പള്ളികളിലെല്ലാം അങ്ങനെ കണ്ടിരുന്ന ഒരു വാക്കാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അത് സൂര്യാനി പദം ദൈവത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. യാ എന്നൊരു പദമാണത്. അത് രണ്ട് സൂര്യാനി വാക്കുകളാണ്. യോതും ഹേയും എന്ന് പറയുന്ന രണ്ട് അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ യാ എന്ന് പറയും. അതായത് പുറപ്പാടിൻ്റെ ഉൽപ്പത്തി പുസ്തകം 34-ാമത്തെ അധ്യായത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട ആരാന്ന് പറയുന്നുണ്ട്, അയാം ഉ അയാം. അപ്പോൾ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്. അതിൽ ആ ചിത്രം നിങ്ങൾ പോകുമ്പോൾ ആ അക്ഷരം നോക്ക് നല്ലതായിരിക്കും. അതിനെക്കുറിച്ചുള്ള പ്രതിപാദനം അവിടെയുണ്ട്. അതിൻ്റെ അക്ഷരത്തിൻ്റെ മുകളിൽ 3 കുത്ത് കാണാം. 3 കുത്ത് പിതാവായ ദൈവത്തെ സൂചിപ്പിക്കുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതിൻ്റെ അടിയിൽ അക്ഷരത്തിൻ്റെ അടിയിൽ 1 കുത്തുണ്ട്. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏക ദൈവമാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ആ അക്ഷരം സൂചിപ്പിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ദൈവം തമ്മിലുള്ള ബന്ധത്തെ, ഇൻസെപ്പറബിൾ ആയിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട്, അവിഭാജ്യമായ ബന്ധം. അതുപോലെ തന്നെ യേശുവിൻ്റെ ഡിവിനിറ്റിയെയും മാൻഹുഡും ഇൻസെപ്പറബിൾ ആണ് എന്ന് സൂചിപ്പിക്കുകയും അത് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത്രമാത്രം ഒരു അർത്ഥം നമ്മുടെ ഈ എലവേഷനിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുമ്പോൾ ഏക ദൈവത്തെ, സത്യദൈവത്തെ, പിതാവായ ദൈവത്തെ, പുത്രനായ ദൈവത്തെ, പരിശുദ്ധാത്മാവായ ദൈവത്തെ നമ്മൾ അവിടെ 24 വേഴ്സ് ആരാധിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പം അതുകൊണ്ട് അതിങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇംഗ്ലീഷായി എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലൊരു ഷീറ്റിൽ എഴുതി അടിച്ചോടെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ പ്രത്യേകമായിട്ടും നമ്മോടുള്ള സ്നേഹത്തെയും, ഇന്ന് പിതാവ് രാവിലെ കുർബാനയ്ക്ക് വരേണ്ടതായിരുന്നു, പക്ഷേ പെട്ടെന്ന് അപ്രത്യക്ഷമായ ഒരു എമർജൻസി ആവശ്യം വന്നതുകൊണ്ട് കുർബാന കഴിഞ്ഞ് ഓടിക്കതച്ച് ശരിക്കും പറഞ്ഞ പിതാവ് ഓടി എത്തിയിരിക്കുന്നത്. ഈ 12 സമയത്ത് ഓടിക്കതച്ച് ഈ വെഞ്ചരിപ്പ് ശുശ്രൂഷ നമുക്ക് നടത്തി തരാൻ അത്രമാത്രം പിതാവ് ത്യാഗമെടുത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏവരുടെയും പേരിൽ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പിതാവിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട വൈദികര് ഒത്തിരി ത്യാഗം സഹിച്ചു വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഈ ശുശ്രൂഷയ്ക്ക് വന്നു. അതുപോലെ തന്നെ ഈ വെഞ്ചരിപ്പ് കർമ്മത്തിൽ പങ്കെടുക്കാൻ വന്ന ബഹുമാനപ്പെട്ട വൈദികർക്കും അതുപോലെ തന്നെ സിസ്റ്റേഴ്സിനും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ടും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പിതാവ് നമ്മോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട ഡൊമിനിക് അച്ഛ, സ്നേഹമുള്ള അച്ഛന്മാരെ, പ്രിയ സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഡൊമിനിക് അച്ഛൻ കുറച്ച് സുറിയാനിയും കുറച്ച് ഇംഗ്ലീഷും മലയാളവും ഒക്കെ ചേർത്ത് നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് ചില വാക്കുകൾ സംസാരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ രൂപതയുടെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ ഒരു ആധ്യാത്മിക ഭവനമായ, വചനഭവനമായ ഈ നെഹേമിയ മിഷൻസിൽ സെന്ററിൽ കാണപ്പെടുന്ന ഒരു അടയാളം,
ജൂബിലിയുടെ സ്മാരകമായിട്ട് രൂപീകരിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചാപ്പൽ കൂടുതൽ ഭയഭക്തിജനകം എന്ന രീതിയിൽ ആക്കി തീർക്കുന്നതിന് വേണ്ടി നിത്യാരാധന ക്രമീകരിച്ച് ആ ചാപ്പൽ ഒന്നുകൂടി മനോഹരമാക്കിയിരിക്കുകയാണ്. ജൂബിലിയുടെ ഒരു ചെറിയ സ്മാരകം, അത് വളരെ പ്രസക്തി ഉള്ളതുമാണ്. കാരണം നമ്മുടെ ആദ്യത്തെ മെത്രാൻ അഭിമന്യ ഇരുമ്പൻ പിതാവ് ഇവിടെ കുറച്ചു കാലം താമസിച്ചല്ലോ. രൂപതയുടെ ആദ്യത്തെ മെത്രാൻ ഇരുമ്പൻ പിതാവ് ചുമതലയേറ്റത് അല്ലെങ്കിൽ രൂപത ഉണ്ടായ ആ കാലഘട്ടങ്ങൾ 50 വർഷം പിന്നിട്ടപ്പോൾ ഈ ഭവനം ചെറിയൊരു സ്മാരകത്തിന്റെ ഭാഗമാക്കി, ജൂബിലിയുടെ സ്മാരക ഭാഗമാക്കി മാറ്റിയത് കുറച്ച് അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഒരു ചിന്ത പരിശുദ്ധാത്മാവ് അച്ഛന് കൊടുത്തതിൽ നമ്മൾ സന്തോഷിക്കുന്നു. നമ്മുടെ രൂപതയിലെ ഒരു ആധ്യാത്മിക കേന്ദ്രം നെഹമ്യ മിഷൻസ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ആത്മീയ വളർച്ചയില് കുറെ പേര് പങ്കാളികളാണ്, സഹകാരികളാണ്. അങ്ങനെയുള്ള പങ്കാളികളുടെയും സഹകാരികളുടെയും ഉപകാരികളുടെയും ഒക്കെ ഒരു കൂട്ടായ്മ, ശുശ്രൂഷകർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ച് ആ കൂട്ടായ്മയിലാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പലവിധ ശുശ്രൂഷകളിലേക്ക് നയിക്കും. എല്ലാം ദൈവജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. പലവിധ ക്യാരിസം, ഗിഫ്റ്റ്, വരദാനങ്ങൾ, ഇതെല്ലാം ദൈവം നൽകുന്നത്, പരിശുദ്ധാത്മാവിലൂടെ നൽകുന്നത് ദൈവജനത്തിന്റെ നന്മയ്ക്ക്, കർത്താവിൻ്റെ സഭയുടെ വളർച്ചയ്ക്ക്, ദൈവ രാജ്യത്തിൻ്റെ വ്യാപനത്തിന്, പരിപോഷണത്തിനൊക്കെ വേണ്ടി, സഭയ്ക്ക് വേണ്ടിയാണ് വരങ്ങളും ദാനങ്ങളും നൽകപ്പെടുന്നത്, ക്യാരിസം ഉള്ളത്. സഭയ്ക്ക് വേണ്ടിയാകുമ്പോൾ സഭയുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ. ഏതെങ്കിലും ഒരു വൈദികന് എനിക്കിങ്ങനെ തോന്നുകയാ, ഞാനിങ്ങനെ അങ്ങ് ചെയ്തേക്കാം എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതല്ല. അതിൻ്റെ സ്വന്തമായ ഇനീഷ്യേറ്റീവ് അല്ലേ. എനിക്ക് സ്വന്തമായിട്ട് ചില ആദർശങ്ങളും സ്വാതന്ത്ര്യമൊക്കെ ഇല്ലേ? ഉണ്ട്, ശരിയാണ്. പക്ഷെ നീ സഭയ്ക്ക് വേണ്ടിയാണെങ്കിൽ സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് ചെയ്യാൻ പറ്റൂ. അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയിൽ, അമ്മയോടൊപ്പമുള്ള കൂട്ടായ്മയിലാണല്ലോ പരിശുദ്ധാത്മാവ് വന്നത് തന്നെ. അതിനേക്കാൾ അപ്പുറത്ത് മറ്റെന്തൊരു അടയാളമാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്നലെ, നമ്മുടെ ഇരിങ്ങാലക്കുട രൂപതയിലെ കരുവന്നൂർ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്, ഇടവകപ്പള്ളിയുണ്ട്, കരുവന്നൂർ സെന്റ് മേരീസ് ചർച്ച്. അവിടെ കൺവെൻഷൻ നടക്കും. വട്ടായിച്ചനാണ് അവിടുത്തെ കൺവെൻഷൻ ലീഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്നലെ KCBC കഴിഞ്ഞ്, എറണാകുളത്ത് നിന്ന് KCBC കഴിഞ്ഞ് ആ വഴിക്ക് വരുന്നുള്ളത് കൊണ്ട് അവിടുത്തെ വികാരി അച്ഛൻ എൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പം അച്ഛൻ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു, ഈ വഴിക്ക് പോകുമ്പോൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിട്ട് പോകണം, ബൈബിൾ പ്രതിഷ്ഠിക്കണം, ഒരു മെസ്സേജ് കൊടുക്കണം എന്നൊക്കെ. അങ്ങനെ ഞാൻ ഇന്നലെ ആ വഴിക്ക് ചെന്നു. വൈകുന്നേരം ഒരു 5:30-6 മണിയോടുകൂടി അവിടെ എത്തി. അപ്പോൾ അവർ പള്ളിയിൽ നിന്ന് മാതാവിൻ്റെ ഒരു രൂപം പ്രദക്ഷിണമായിട്ട് വഹിച്ചുകൊണ്ട് ഈ ധ്യാന വേദിയിലേക്കും സ്റ്റേജിലേക്കും കൊണ്ടുവരിക. അപ്പം ഞാൻ അതിൻ്റെ പുറകിൽ കൂടി ഇങ്ങനെ പോവുക. സ്റ്റേജിലെത്തി കഴിഞ്ഞപ്പോൾ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മാതാവിൻ്റെ രൂപം നല്ല ഉയരത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർ 2 ശുശ്രൂഷകൾ ഒരു വലിയ ഗോവണി കൊണ്ട് ഇവിടെ ചാരി വെച്ചു സൈഡിൽ. ഞാൻ ചോദിച്ചത്, എന്തിനാ മാതാവിൻ്റെ രൂപത്തിൻ്റെ സൈഡിൽ ഗോവണി വെച്ചിരിക്കുന്നത്? അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞു, പിതാവ് ഈ ഗോവണിയിൽ കൂടെ മോളിൽ കയറിയിട്ട് മാതാവിന് കിരീടം വയ്ക്കും. ഒരു കിരീടമൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സ്വർണ്ണം പോലത്തെ നല്ല മനോഹരം ഒരു കിരീടം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ബാലൻസ് പോകാൻ സാധ്യതയുണ്ട്, കാരണം നല്ല ഹൈറ്റിലാണ് ഈ ഗോവണി കൂടെ കയറി പോകണം. മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കിരീടമൊക്കെ ആയിട്ട് മോളിൽ ചെന്ന്, എൻ്റെ ഫോട്ടോ എനിക്ക് അച്ഛൻ അയച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ മാതാവിൻ്റെ കിരീടം മാതാവിൻ്റെ തലയിൽ വെച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, കർത്താവിശ്വമിശിഹായുടെ പരിപാടിയാണ് ഞാൻ ചെയ്തത്. എന്ത് പരിപാടിയാണ്? കിരീടധാരണം അല്ലേ? സ്വർഗത്തില് മാതാവിനെ കിരീടം ധരിപ്പിക്കാൻ ഒറ്റ ആൾക്ക് മാത്രം അവകാശം ഉണ്ടായിരുന്നു. അതാരാ? ഈശോ. നമ്മൾ ജപമാലയിൽ ചൊല്ലുന്നുണ്ട് അല്ലേ? ജപമാലയിൽ ചൊല്ലുന്നുണ്ട്.
അപ്പോൾ ഈശോയുടെ സ്ഥാനത്ത് നിന്ന് മാതാവിന് കിരീടമൊക്കെ വെച്ചിട്ട് ഞാൻ വന്നേക്കാം. ഇന്നലെ വൈകുന്നേരം സന്ധ്യാസമയത്ത് ആളുകൾക്കൊക്കെ ഭയങ്കര സന്തോഷം. ഈശോയുടെ പകരക്കാരനായി വന്നിട്ടും ഈശോയുടെ പരസ്യക്കാരനുമായിട്ട് വന്നിട്ട് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. ഞാനിപ്പോൾ വന്നത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ പറയാനാണ്, ഞാൻ ഈശോയുടെ പരസ്യക്കാരനും പകരക്കാരനായിട്ട് വന്നിരിക്കും. ഈശോയെ പരസ്യപ്പെടുത്തുന്നയാണ് എന്നിലൂടെ. പബ്ലിസിറ്റി മുഴുവനും അല്ലേ, കർത്താവ് ഈശോയ്ക്ക് പബ്ലിസിറ്റി മുഴുവനും കൊടുക്കുന്നത് നമ്മളിലൂടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, നമ്മുടെ ഡൊമിനിക് അച്ഛൻ, നമ്മുടെ അച്ഛന്മാരോട് ഇരിപ്പുണ്ട്. ഈശോയുടെ പരസ്യക്കാരായിട്ട് കുറെ പേര് പരസ്യ കമ്പനി ഒന്നാകെ ഏറ്റെടുത്തേക്കുക, ഏജൻസി ഏറ്റെടുത്തേക്കുക. ഈശോയുടെ പരസ്യക്കാര് പരസ്യം നൽകുക. നമ്മുടെ അങ്ങയുടെ അച്ഛനോട് ഇരിപ്പുണ്ട്, പുറണ വികാരിച്ചിരിപ്പുണ്ട്. അച്ഛൻ സാഞ്ചോ മീഡിയ, നമ്മുടെ രൂപതയിലെ മീഡിയ പ്രവർത്തനത്തിന്റെ ഹെഡാണ്. പരസ്യം, ഈശോയ്ക്ക് പരസ്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പരസ്യപ്പെടുത്തിയാലും എത്രമാത്രം പബ്ലിസിറ്റി കൊടുക്കാൻ നോക്കിയാലും ദൈവം തരുന്നതേ ചെയ്യാൻ പറ്റൂ. ദൈവം തരുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റൂ. നീ ഇന്നത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അത് മതി. ഓവർ തീഷ്ണതയൊന്നും വേണ്ട. ദൈവം നമ്മിൽ പ്രവർത്തിക്കും. വേറെ ഒന്നും വേണ്ട, ദൈവം നമ്മിൽ പ്രവർത്തിക്കണം. ക്രിസ്മസിന്റെ സന്ദേശം അതാ, മാതാവിനോട് ദൈവം പ്രവർത്തിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കുക. അതായത് സമയം ഒന്നും അറിയത്തില്ല, ഈ പിന്നെ ഒരു രൂപതയിലെ ഒരു പിതാവ്, കുറ്റം പറയല്ല, ഒരു പിതാവിനോട് ഒരു അച്ഛൻ ചെന്ന് ചോദിച്ചു, അച്ഛാ ഞങ്ങളുടെ ഇടവകയിൽ ഒന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ചെന്ന് തന്ന് സഹായിക്കണം, ഞങ്ങൾ വല്ലാത്തൊരവസ്ഥയിലാണ്, അവിടെ നിന്ന് പള്ളിപ്പണിയുടെ പണിയുന്ന സമയം. അപ്പൊ അന്നേരം പിതാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ അത് ഇപ്പൊ എവിടെ ഒന്നും തരാനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഉള്ളതോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു, എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടല്ലോ നേരത്തെ, അതൊക്കെ വെച്ച് ഉള്ളതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പൊക്കോളാം. അത് കഴിഞ്ഞ് പിന്നെ അച്ഛന്മാരുടെ മീറ്റിംഗ് വന്നപ്പോ ആ അച്ഛൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, പാലക്കാട് നമ്മുടെ രൂപതയിലല്ലോ കേട്ടോ, നമ്മുടെ രൂപതയില, ആ അച്ഛൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, പിതാവേ അച്ഛന്മാരെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, എല്ലാവരും കൂടെ ശ്രദ്ധിച്ചത് എന്താ പറയണം. അപ്പൊ പറഞ്ഞു, അച്ഛൻ പറയാം, ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഒരു ചായക്കടക്കാരനുണ്ട്, ചായക്കട. അയാളുടെ ചായക്കടയിൽ ദോശയും ഇഡ്ഡലിയും ചട്നിയും ഒക്കെ അങ്ങനെയുള്ള സാധനങ്ങളാണ് കിട്ടുന്നത്. പക്ഷെ എപ്പോഴും ആൾക്കാർക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ട്, അയാളുടെ കടയിലെ ദോശയ്ക്ക് വലുപ്പമില്ല, ദോശയ്ക്ക് ഒട്ടും വലുപ്പമില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഭയങ്കര കംപ്ലൈന്റ്. അതുകൊണ്ട് ചായ കൊടുക്കാരെല്ലാം കൂടി വന്ന് സമ്മേളിച്ചപ്പോൾ ഈ ചായക്കടക്കാരൻ എന്ത് ചെയ്തെന്നറിയാമോ, അവരെല്ലാം കൂടെ വിളിച്ചു കൂട്ടി പറഞ്ഞു, എനിക്ക് കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഈ അച്ഛൻ അവിടെ പറഞ്ഞത് അച്ഛന്മാരുടെ സദസ്സിൽ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട് ചായക്കടക്കാരൻ. അതെ, ഞാൻ ഉണ്ടാക്കുന്ന ദോശയ്ക്ക് വലിപ്പമില്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത്, ഒരു കാര്യം ചെയ്തു, നിങ്ങൾ ദോശ പരത്തിക്കൂ, ആർക്കും ഒരു കംപ്ലൈന്റ് വരില്ല. പക്ഷെ അയാൾ പറഞ്ഞു, പക്ഷെ മാവ് ഒഴിക്കുന്നത് ഞാനായിരിക്കും, പരത്താൻ വേണ്ടിയിട്ട് മാവ് ഒഴിക്കുന്നത് ഞാനായിരിക്കും, പക്ഷെ നിങ്ങൾ പരത്തിക്കൂ, നിങ്ങൾ എത്ര വേണമെങ്കിലും വലിപ്പത്തിൽ പരത്തിക്കൂ, പക്ഷേ മാവ് ഒഴിച്ചുകൊണ്ട് അത് ഒഴിക്കുന്നത് ഞാനാണ്. കാര്യം ക്ലിയർ ആയില്ലേ? നമുക്ക് എത്ര വേണേലും പരത്താം, വ്യാപിപ്പിക്കാം, പക്ഷേ ഒഴിച്ചു തരുന്നത് ദൈവമാണ്. ദൈവം ഒഴിച്ചു തരുന്ന കൃപകൾ എത്ര വലുതാണ്, എന്തെല്ലാം കാര്യങ്ങളാണ്. ഞാനൊരു മെത്രാനായിട്ടോട് സംസാരിക്കുന്നുണ്ട്, ദൈവം ഒരു മെത്രാനടുത്ത് ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് കൃപകൾ തന്നില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാം, ഞാൻ ചുമ്മാ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ, പരത്തി വർത്താനം പറഞ്ഞിരിക്കും അല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും കൃപകളായിട്ട് കിട്ടണമെങ്കിൽ ദൈവം ഒഴിച്ചു തരുന്ന സാധനങ്ങൾ പരത്തുക. ഏത് കാര്യം, കുടുംബജീവിതം ദൈവം നമുക്ക് ചില കൃപകൾ തരണം. അങ്ങനെ തന്നാൽ മാത്രമേ നമ്മുടെ ഈ പരത്തൽ പരിപാടി വിജയിക്കുള്ളൂ. നമ്മുടെ ഡൊമിനിക് അച്ഛൻ, അതുപോലെ അച്ഛന്മാര് പലരും ഉണ്ട് ഇവിടെ ഇപ്പോഴല്ലോ, എല്ലാ അച്ഛന്മാരും അവരുടെ ശുശ്രൂഷകള് ഇങ്ങനെ പരത്തി കൊണ്ടുപോകും. അത് കൃത്യമായിട്ട് ദൈവം ഒഴിച്ചു കൊടുക്കുന്ന സംഗതികളാണ് വേണ്ടത്. ദൈവം ഇങ്ങനെ ഒഴിച്ചു തന്നുകൊണ്ടേയിരിക്കുക, അനുസ്യൂതമായിട്ട് തന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് വചനം ഒഴിച്ചു തന്നുകൊണ്ടേയിരിക്കുക. അത് നമ്മളിലേക്ക് എത്തണം, നമ്മളത് പരത്തുമ്പോഴും അതിൻ്റെ എസൻസ് ദൈവം ഒഴിച്ചു തന്ന മാവ് തന്നെയാണ്, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ദൈവം ഒഴിച്ചു തരുന്ന മാവുമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുക, പുളിമാവായിട്ട് സഞ്ചരിക്കുക. നിങ്ങൾക്ക് പ്രത്യേകമായ കൃപ ദൈവം വേറെ കൃപകൾ ദൈവം തരും. എങ്ങനെയാണെന്നറിയാമോ? ഞാൻ പെട്ടെന്ന് പറയാം. മത്തായിയുടെ സുവിശേഷത്തിലെ ഒരു വചനം പറഞ്ഞിട്ട്, മത്തായിയുടെ സുവിശേഷത്തിലെ 15-ാം അധ്യായം 29-ാമത്തെ തിരുവചനത്തിലേക്കും കൂടെ നമുക്കൊന്ന് പോകാം. മത്തായി 29:15. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ഗലീലി കടലിന്റെ തീരത്ത് വന്ന് ഒരു മലയിൽ കയറി അവിടെ ഇരുന്നു. തത്സമയം മുടന്തർ, വികലാംഗർ, അന്ധർ, ഊമർ തുടങ്ങി പലരെയും
കൂട്ടിക്കൊണ്ട് വലിയ ജനക്കൂട്ടങ്ങൾ അവിടെ വന്ന് അവന്റെ കാൽക്കൽ കിടത്തി. അവൻ അവരെ സുഖപ്പെടുത്തി. ഊമർ സംസാരിക്കുന്നതും വികലാംഗർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്ധർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. തുടർന്ന് യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. 3 ദിവസമായി അവർ എന്നോട് കൂടെയാണ്. അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. വഴിയിൽ അവർ തളർന്നു വീഴാനിടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. തുടർന്ന് അങ്ങോട്ട് പോവുക. 2ാമതും അപ്പം വർദ്ധിപ്പിക്കുന്ന രംഗങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, ജനക്കൂട്ടം ശുശ്രൂഷകളായി മാറുകയാണ്. ജനക്കൂട്ടം പാവപ്പെട്ട മനുഷ്യരുടെ സേവകരായിട്ട് മാറുകയാണ്. രോഗികളെ, പലതരത്തിലുള്ള രോഗികളെ ഒക്കെ എടുത്തുകൊണ്ട് ജനക്കൂട്ടങ്ങള് ഈശോയുടെ അടുത്ത് കൊണ്ടുവരും. അവരുടെ കാൽക്കൽ കിടത്തി ശുശ്രൂഷകരാ. ആരും പറയേണ്ട ആവശ്യമില്ല. ഒരു സഹോദരനെയോ സഹോദരിയോ വേദനയുള്ളവനായി കണ്ടാൽ, വേദന വിഷമിക്കുന്നവനായി കണ്ടാൽ തൊട്ടടുത്ത് നിൽക്കുന്നവൻ അവന്റെ ശുശ്രൂഷകനായിട്ട് മാറുക. അവരെ എവിടെ കൊണ്ടുപോകണം? ഈശോയുടെ കാൽക്കലേക്ക് കൊണ്ടുവരിക. എന്തുമാത്രം രോഗികളാ! അനേകം പേര് ഈശോയുടെ അടുത്തേക്ക് ഇങ്ങനെ ജനക്കൂട്ടം എത്തിക്കുക. അവരെ ഒത്തിരി പേര് ഇങ്ങനെ ഈശോയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ജനക്കൂട്ടങ്ങൾ അവിടെ വന്ന് അവരെ അവന്റെ കാൽക്കൽ കിടത്തി ജനക്കൂട്ടം ശുശ്രൂഷകരായിട്ട് മാറുക. എന്നിട്ട് ഇവര് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ഇവരുടെ ശുശ്രൂഷ ഫലമണിയുന്നത് ഇവർ നേരിട്ട് കാണുക. ഞങ്ങൾ ഇവരെയൊക്കെ താങ്ങി പിടിച്ചുകൊണ്ട് ഈശോയുടെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചേക്കുക. എന്താ സംഭവിക്കുന്നത്? അവർ നേരിട്ട് കാണുക. ഇതാ ഇവരൊക്കെ സുഖം പ്രാപിക്കുക. നേരിട്ട് നേർക്കാഴ്ചയാണ്. വേറെ ആരും പറഞ്ഞു കേൾക്കണ്ട. എത്ര കൃത്യമായിട്ടാ ഈ മനുഷ്യർ താങ്ങി പിടിച്ചുകൊണ്ട് വന്ന, ഈ ശുശ്രൂഷകർ കൊണ്ടുവന്ന ഈ മറ്റു മനുഷ്യര് സൗഖ്യം പ്രാപിക്കുന്നത് അവർ കണ്ട് വിസ്മയിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇങ്ങനെ ശുശ്രൂഷ ചെയ്തും ദൈവത്തെ മഹത്വപ്പെടുത്തിയും ഇരിക്കുന്ന ജനക്കൂട്ടത്തെ കണ്ടപ്പോ കർത്താവിന് അനുകമ്പ തോന്നി. ആരെ കണ്ടപ്പോഴാ? വഴിയെ പോകുന്നവരെ കണ്ടപ്പോഴല്ല. അത് കർത്താവിന്റെ വേറെ സ്വഭാവമാണ്. 4 പേരെ കാണുമ്പോൾ അനുകമ്പ തോന്നി. ദൈവത്തിന്റെ സ്വഭാവം അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇവിടെ വചനം നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? സഹോദരങ്ങൾക്ക് ശുശ്രൂഷ ചെയ്ത ജനക്കൂട്ടം അവിടെ നിൽക്കുക. അവര് വിട്ടുമാറാതെ നിൽക്കുകയാണ്. അവർ കൊണ്ടുവന്ന, അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം പൂർത്തിയായതിന്റെ സന്തോഷത്തില് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവിടെ നിൽക്കുമ്പോ കർത്താവ് പറയുക, ഈ ജനം വിട്ടുമാറാതെ എന്റെ കൂടെ നിൽക്കുക, വിട്ടുമാറാതെ നിൽക്കുക. അതുകൊണ്ട് എനിക്ക് അവരോട് അനുകമ്പ തോന്നുന്നു, ഭക്ഷണം കൊടുക്കണം. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നെഹെമ്യാ മിഷൻസിനോട് പല വിധത്തിൽ ബന്ധപ്പെട്ടവരും ശുശ്രൂഷകളുമായിട്ടുള്ള നിങ്ങള് ഒരു ജനക്കൂട്ടത്തിന്റെ, ഈ സുവിശേഷ ഭാഗത്ത് കേട്ട ജനക്കൂട്ടത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവരാണ്. നിങ്ങൾ എത്രയോ പേരെ ഈശോയുടെ അടുത്ത് കൊണ്ടുവരുന്നത്. എത്രയോ പേർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അഡ്വക്കേറ്റ്സ്, നിങ്ങൾ വാദിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. എത്രയോ പേരുടെ ആവശ്യങ്ങളാ, പ്രാർത്ഥനാ നിയോഗങ്ങളായി നിങ്ങൾ ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നത്. നേരിട്ട് കാണാൻ, ദൈവം അവർക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ നേരിട്ട് കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടല്ലോ. സാക്ഷ്യങ്ങളായിട്ട് പുറത്തു വരുന്നത് അതൊക്കെ തന്നെയല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക്, ഈ ശുശ്രൂഷകർക്ക് കർത്താവിന്റെ സന്നിധിയിൽ പ്രത്യേകമായ അനുകമ്പ പിടിച്ചു പറ്റാൻ അവകാശമുണ്ട്. അവരെന്നോടുകൂടെ നിൽക്കുന്നവരാണ്, അവർ ശുശ്രൂഷ ചെയ്തവരാണ്. അങ്ങനെയുള്ള നല്ല വാക്കുകൾ കർത്താവിൽ നിന്ന് കേൾക്കാനും, കർത്താവ് മറ്റുള്ളവർക്കായി മാറ്റിവെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവിടുത്തെ ശുശ്രൂഷകരെന്ന നിലയിൽ നമുക്ക് ലഭിക്കുവാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നെഹെമ്യാ മിഷൻ സെന്റർ കൊണ്ട് കുറെ ആളുകൾക്ക് ഉപകാരം എന്നതിനേക്കാൾ അത് വേറെ വശം, ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന നമുക്കും നമ്മുടെ കുടുംബത്തിനും ഇത് ഏറെ അനുഗ്രഹപ്രദമായ ഒരു സ്ഥാപനമാണ്, ഒരു ഭവനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അങ്ങനെയുള്ള ഈ സ്ഥാപനത്തിൽ ഈ തിരുക്രമങ്ങൾ നടത്തപ്പെടാൻ, പ്രത്യേകിച്ച് ചാപ്പൽ വെച്ചിരിക്കാനും, നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ കേന്ദ്രമായ തിരുവോസ്തരൂപനായ ഈശോയിൽ വിമുഖീകരിച്ചുകൊണ്ടുള്ള, ഈശോയെ കേന്ദ്രീകരിച്ചുള്ള ഒരു ജീവിതം നയിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഇതിനുള്ള എല്ലാ സാധ്യതകളും ഒരുക്കുന്ന ബഹുമാനപ്പെട്ട ഡൊമിനിക് അച്ഛനെയും അച്ഛൻ്റെ കൂടെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഏറ്റവും അടുത്ത ശുശ്രൂഷകരെയും മറ്റു നിങ്ങളെ ഓരോരുത്തരെയും ആത്മാർത്ഥമായി ഞാൻ അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജൂബിലി വർഷത്തില് ഇതുപോലെ തമ്പുരാന് സ്വീകാര്യമായ കാര്യങ്ങൾ ഇനിയും പുണ്യപ്രവർത്തികൾ ചെയ്തുകൊണ്ട് നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ പുത്രനായ ഈശോയെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ നെഹെമ്യാ മിഷൻ സെന്ററിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഈ പ്രിയപ്പെട്ട ശുശ്രൂഷകരെയും ബന്ധുമിത്രാദികളെയും അഭ്യുദയാകാംക്ഷികളെയും ഉപകാരികളെയും
അവരുടെ കുടുംബാംഗങ്ങളെയും പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾക്ക് ഒത്തുകൂടുവാൻ, വചനം കേൾക്കുവാൻ, ഉൾക്കൊള്ളുവാൻ, അതനുസരിച്ച് ജീവിക്കുവാനൊക്കെയുള്ള ഒരു സെൻ്ററായിട്ട് ഈ നെഹമ്യാ മിഷൻ കേന്ദ്രത്തെ തന്നതിന് നന്ദി പറയുന്നു. ഈശോയെ, ഈ ഭവനവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവരെയും, ബഹുമാനപ്പെട്ട വൈദികരെയും സിസ്റ്റേഴ്സിനെയും കൽമായ സഹോദരങ്ങളെയും യുവജന സുഹൃത്തുക്കളെയും കുഞ്ഞു കുട്ടികളെ എല്ലാവരെയും ഇങ്ങനെ തിരുക്കരങ്ങളിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങൾ എല്ലാവരുടെയും ശുശ്രൂഷകൾ പലവിധത്തിലുള്ള ശുശ്രൂഷകളാണെങ്കിലും അത് ഫലമണിയുവാൻ അങ്ങ് തന്നെ ഞങ്ങളിൽ പ്രവർത്തിക്കണമല്ലോ. ഈശോയെ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ 100% ആത്മാർത്ഥതയിൽ നിർവഹിക്കുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ നേരിട്ട് കാണുവാൻ ഞങ്ങൾക്കും ഇടയാകട്ടെ. അതിനെ തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതവും അങ്ങ് തന്നെ അനുഗ്രഹിക്കുവാൻ ഇടവരട്ടെ. കർത്താവെ, ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങയുടെ ആശീർവാദത്തിൻ്റെ വലങ്കൈ നീട്ടിത്തരണമേ. പരിശുദ്ധ അമ്മയെ, ഇതാ നിങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കും നൽകണമേ. അമ്മയെ ഞങ്ങൾ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുകയും ഞങ്ങളുടെ മധ്യത്തിലേക്ക് അമ്മയെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. അമ്മയോടൊപ്പം വന്ന് നിന്നുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കണമേ. ഈ ഭവനത്തിലൂടെ അനേകം ആത്മാക്കൾക്ക് കൃപയുണ്ടാകുവാൻ, രക്ഷയുണ്ടാകുവാൻ, മോചനമുണ്ടാകുവാൻ കൽപ്പിക്കണമേ. ഞങ്ങളെ ആശീർവദിക്കണമേ. കർത്താവിശോ സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനു മീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനു മീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. സമാധാനം. ഇസ്രായേൽ ജനത്തിന്റെ മധ്യേ കൂടാരത്തിൽ വസിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിച്ച കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്താൽ ഈ കപ്പേള വിശുദ്ധീകരിക്കണമേ. ഇവിടെ അർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനകളിലും നേർച്ച കാഴ്ചകളിലും ഒന്ന് പ്രസാദിക്കണമേ.
അവ അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനും കാരണമാവുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പിതാവിന്റെ അങ്കണത്തിലെത്താൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. എന്റെ ഹൃദയവും ശരീരവും ദൈവത്തിന് ആനന്ദഗീതം ആലപിക്കുന്നു. അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നു. അങ്ങയിൽ ശക്തി കണ്ടെത്തിയവരും ഭാഗ്യവാന്മാരാകുന്നു. എന്റെ സ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാകുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അർഹമായ കൃതജ്ഞത സാധ്യമാകും വിധം അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് സ്തുതികീർത്തനങ്ങളാൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം മഹത്വപ്പെടുത്തട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവ്വാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യപരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും ബലവാനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് തുല്യതും എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. ശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. പേരുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ അങ്ങയുടെ മഹത്വപൂർണമായ സാന്നിധ്യത്താൽ ചൈതന്യപൂർണരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ ഈ ഭവനത്തിൽ അർപ്പിക്കപ്പെടുന്ന ബലികളും പ്രാർത്ഥനകളും നേർച്ച കാഴ്ചകളും അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനും കാരണമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കപ്പേലയുടെ നിർമ്മാണത്തിനായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരെയും ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരായ ഞങ്ങളുടെ സഹോദരരെയും ആത്മീയവും ഭൗതികവുമായ നന്മകളാൽ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ.
ഞങ്ങൾക്കായി വിജ്ഞാനത്തിൻ വേദികയെ മാനവരുത്സവദായികയെ ദൈവികമാപനി നീ സുമമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി ദാവീദിൻ തിരുഗോപുരമേ നിർമ്മലദന്ത ഗോപുരമേ പൊന്നിൻ പൂവണി മന്ദിരമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി വാഗ്ദാനത്തിൻ പേടകമേ സ്വർലോകത്തിൻ ദ്വാരകമേ പുലർകാലത്തിൻ ദൈവമായ കർത്താവിന്റെ മഹത്വത്തിനും പ്രാർത്ഥനകൾക്കും ആരാധനയ്ക്കുമായി ഭവനം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ പരിശുദ്ധിക്ക് യോജിക്കാത്തതൊന്നും ഇവിടെ സംഭവിക്കാതിരിക്കട്ടെ. ഈ ആരാധന കപ്പേള ഈ ഭവനത്തിനും ഈ പ്രദേശത്തിനും ദൈവാനുഗ്രഹത്തിന്റെ ഉറവിടമായി ഭവിക്കട്ടെ. ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി ഇവിടെ വന്നു ചേരുന്ന എല്ലാവരെയും ദിവ്യകാരുണ്യനാഥനായ ഈശോ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനകളും പ്രാർത്ഥനാ നിയോഗങ്ങളും സ്വീകരിച്ച ആരാധനാ സമൂഹത്തിന്റെ മേൽ അവിടുന്ന് കൃപ ചൊരിയട്ടെ. ഈ തിരുക്രമങ്ങളിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും കാരുണ്യവാനായ ദൈവം അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് തിരിച്ചു തന്ന എല്ലാവരെ ഏറെ സ്നേഹത്തോടെ കുടുംബത്തിൻ്റെ പേരിൽ കൂടിയിരുന്ന എല്ലാവരുടെയും പേരിൽ സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. പഠന വിദ്യാഭ്യാസം യോഗസംഘത്തിനും തിരുവനന്തപുരത്തോടൊപ്പം സഹകരണീയരായിരുന്ന അച്ഛന്മാരായ പി വളയത്തിനും അതുപോലെ തന്നെ റേഡിയച്ചനും നല്ല മനോഹരമായ വിദ്യാലയ സ്ഥാപനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ നൽകി അച്ഛനും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാ അച്ഛന്മാർക്കും വളരെ കൃത്യമായ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും എത്തിച്ചേർന്നു, അവർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ഈ ചാപ്പയിൽ നിന്ന് നമ്മൾ കാണുന്ന വിധത്തിൽ ഈ രീതിയിൽ മനോഹരമായി നിർമ്മിക്കാൻ വേണ്ടുന്ന സാമ്പത്തികമായ സഹായങ്ങളും പ്രാർത്ഥനാ സഹായങ്ങളും എല്ലാം ചെയ്ത എല്ലാവർക്കും ഇടയായ ഒരു സംഭവം ഞാൻ ഇതൊക്കെ പറയുന്നത് എനിക്കാണ്. വസ്തുതത്തിൽ ഞാൻ കണ്ടനാർ പള്ളിയിൽ വികാരിയായിരിക്കുന്ന കാലഘട്ടത്തിൽ കത്തീഡ്രൽ പള്ളി പോവുകയായിരുന്നു. കത്തീഡ്രൽ പള്ളിയിൽ പോയി ഓട്ടോയിലും പ്രാർത്ഥിക്കും, ഇരുപതിനാവിന് മാർട്ടിസ് നേടി പ്രാർത്ഥിക്കും, ഒരു സ്ഥലം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രത്യേകമായിട്ട് ഇരുപതിനാവിൻ്റെ മാർട്ടിസ് നേടി യജ്ഞാവർഷ ശുശ്രൂഷ രൂപത കരിസ്മാറ്റിക് പ്രവർത്തനമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു സ്ഥലം തരണമെന്നും പ്രത്യേകമായിട്ട് മാർട്ടിസ് തേടി ഞാൻ അവിടെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇരുപതിനാവ് വിശ്രമത്തിനായി ചെലവഴിച്ച ഈ പ്രീസ്റ്റ് ഹോം 2018 സെപ്റ്റംബർ മാസം 20-ാം തീയതി നമുക്ക് കിട്ടിയത് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇരുപതിനാവിൻ്റെ മാർട്ടിസം വഴി ലഭിച്ച ഒരു അനുഗ്രഹമായിട്ടും ഞാൻ കാണുകയാണ്. അത് മാത്രമല്ല, മറ്റൊരു സംഭവം ഉണ്ടായി. ഇവിടെ ആരാധന നടക്കുന്ന സമയത്ത് ചങ്ങനാശ്ശേരി ഭാഗത്തിൽ നിന്നും ഒരു അമ്മച്ചി പ്രാർത്ഥിക്കാൻ വരുന്നത്. അന്ന് ഞാൻ കത്തനാർ പള്ളിയിലാണ്, പക്ഷേ ഇവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു രാത്രിയിൽ 3 മണി സമയത്ത് അമ്മച്ചി തന്നെ ഈ പള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു മെത്രാൻ അച്ഛൻ, ഇവിടെ ആൾക്കാരുണ്ട്, ആൾക്കാരുടെ പുറകിൽ മെത്രാൻ വടിയും അതുപോലെ തന്നെ കൈ പിടിച്ച് അതുപോലെ തലയിൽ തൊപ്പിയിൽ വെച്ച് ഈ ആൾക്കാരുടെ വയറ്റിൽ സക്കാരുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കും. ലൈവായിട്ട് നിൽക്കുക, ജീവനോടെ നിൽക്കുന്നത് ഈ അമ്മച്ചികളാണ്. എന്നോട് പറഞ്ഞു. ഇതിനുശേഷം പിന്നീട് ഇരുപതിനാവിൻ്റെ 100-ാം ജന്മദിനം ആഘോഷിച്ചു കത്തീഡ്രൽ പള്ളിയിൽ. അതിൻ്റെ പരസ്യം കേരളത്തിൽ പല സ്ഥലത്തെത്തിയിരുന്നു. അങ്ങനെ ഈ അമ്മച്ചി ഈ പരസ്യം കണ്ടതിന് ശേഷം ഒരു ദിവസം ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇരുമ്പം പിതാവാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു പിതാവിനെ ഞാൻ കണ്ടു, ഇരുമ്പം പിതാവ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന ആ
പത്രത്തിലെ പരസ്യം കണ്ടപ്പോൾ, ജന്മദിനത്തിൻ്റെ പരസ്യം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞ ഒരു സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഓർക്കുന്നത്. അന്ന് ചില ഫോൺ നമ്പറൊന്നും എനിക്ക് മേടിച്ചു വെക്കാൻ പറ്റിയില്ല. പക്ഷേ എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യമാണ്, തിരുവിതാവിൻ്റെ ശക്തമായ ഒരു മാധ്യസ്ഥം ഈ ശുശ്രൂഷ കേന്ദ്രത്തിൽ ഉണ്ട് എന്ന അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് തിരിച്ചറിയാൻ പറ്റി. അതുപോലെ തന്നെ അങ്ങനെ പ്രാർത്ഥിച്ച ഒരു സംഭവമാണ്. കത്തീഡ്രൽ പോയി രാവിലെ സൈക്കിൾ ഓടി പോയിട്ട് അപ്പം അതിൻ്റെ എല്ലാം ഒരു വിജയമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇന്ന് സ്വർഗത്തിലിരുന്ന എൻ്റെ പിതാവ് ഏറെ സന്തോഷിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ മൻപോർത്ത് പിതാവും ഈ ആലയം ഉപയോഗിക്കാതെ കിടന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് ഈ വഴി തുറന്നത് പിതാവിൻ്റെ നേതൃത്വത്തിലാണ്. ഈ അവസരത്തിൽ മൻപോർത്ത് പിതാവിനെയും സ്നേഹത്തോടെ ഓർക്കാൻ എല്ലാവർക്കും കൃത്യമായിട്ട് നന്ദി പറയുന്നു. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിത്യാനന്ദ പ്രസക്തിയെക്കുറിച്ച് ഈ അച്ഛൻ നന്നായിട്ട് മനോഹരമായിട്ടൊന്ന് പ്രസംഗിച്ചു. അതിൻ്റെ അനുഗ്രഹങ്ങൾ ഈ വിദ്യാരാധനയിലൂടെ ധാരാളം ലഭിക്കട്ടെ. ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ചാപ്പൽ ഇത്ര മനോഹരമായി പ്ലാൻ ചെയ്ത് അത് പൂർത്തിയാക്കാൻ ദൈവം സഹായിച്ചു. ഈശോയുടെ പരിശുദ്ധമായ ശരീരം ജീവിക്കാനിലൂടെയുണ്ട്. ഇങ്ങനെയുള്ള ഈ സമയത്ത് ചാപ്പൽ ക്രമീകരിച്ച ബഹുമാനപ്പെട്ട നമുക്ക് നദിയോടെ അനുമാനങ്ങളോടുകൂടി പോകാം. പ്രത്യേകമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ ചാപ്പൽ നന്നായിട്ട് പണിയെടുത്തു. ഇന്നലെ ആർട്ട് വർക്ക് നടത്തിയിട്ടുണ്ട്. അത് പണിയാനായിട്ട് സഹകരിച്ച പ്രവർത്തകരെയും ബാംഗ്ലൂർ പോയി കണ്ടിട്ടില്ല. അവരെ നമ്മുടെ പ്രാർത്ഥനയിൽ നോക്കാം. അവർക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. മുന്നിൽ കൈകൂപ്പി നിന്നു അനുരഞ്ജനത്തിൻ്റെ ബലിയിടാൻ ദൈവത്തിൻ ജനമേ വന്നണയൂ. ദൈവത്തിൻ ബലിയിൽ ചേർന്നണയൂ. അൾത്താരമുന്നിൽ കൈകൂപ്പി നിന്നു അനുരഞ്ജനത്തിൻ്റെ ബലിയേകിടാൻ ദൈവത്തിൻ ജനമേ വന്നണയൂ. ദൈവത്തിൻ ബലിയിൽ ചേർന്നണയൂ. ബലിയോട് ചേർക്കണേ നാഥാ, എന്നെ ബലിയാക്കി മാറ്റണേ നാഥാ. ബലിയോട് ചേർക്കണേ നാഥാ, എന്നെ ബലിയാക്കി മാറ്റണേ നാഥാ. ഉരുകുന്ന മനസ്സല്ലോ സ്വീകാര്യമാം ബലി, ഉയർത്തുന്നു കരങ്ങളിൽ നൊമ്പരങ്ങൾ. ഉരുകുന്ന മനസ്സല്ലോ സ്വീകാര്യമാം ബലി, ഉയർത്തുന്നു കരങ്ങളിൽ നൊമ്പരങ്ങൾ. ആശീർവദിക്കണേ, കൃപ ചൊരിഞ്ഞിടണേ, ആനന്ദമാക്കണേ സ്നേഹബലി.
ആശീർവദിക്കണേ, കൃപ ചൊരിഞ്ഞിടണേ, ആനന്ദമാക്കണേ സ്നേഹബലി. ബലിയോട് ചേർക്കണേ നാഥാ, എന്നെ ബലിയാക്കി മാറ്റണേ നാഥാ. ബലിയോട് ചേർക്കണേ നാഥാ, എന്നെ ബലിയാക്കി മാറ്റണേ നാഥാ. ഉയരുന്ന കാസയിലും പീലാസായിലും ഉതിർക്കുന്നു എന്നുടെ കണ്ണുനീരും. ഉയരുന്ന കാസയിലും പീലാസായിലും ഉതിർക്കുന്നു എന്നുടെ കണ്ണുനീരും. സ്നേഹപിതാവേ, പരമപിതാവേ, ഈ ബലി സ്വീകാര്യമാക്കിയിടണേ. സ്നേഹപിതാവേ,